അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറും പാത്രത്തിലുള്ള ഉപ്പേരിയും ചമ്മന്തിക്കായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് പോലെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. എന്നിട്ട് ഈ മിക്സ് ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടാൽ കുറച്ച് കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ വഴറ്റി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഒരു പാത്രത്തിൽ കുറച്ച് പുളി ഇട്ടിട്ട് നല്ലപോലെ ചമ്മന്തിയാക്കി. രണ്ടാമത്തേൽ ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് മിക്സാക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ലോ ഫ്ലെയിമിലൊക്കെ എടുക്കണം. അതൊന്ന് ഇളക്കി ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഓംലെറ്റ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടിയും ഉള്ളിയും വെളിച്ചെണ്ണയിലും ഒന്ന് വഴന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. നമുക്ക് ഒരു മസാലയിലും തന്നെ നമുക്ക് ഉപ്പേരിയുമായി ഓംലെറ്റുമായി ചമ്മന്തിയുമായി പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. നല്ല ടേസ്റ്റുമാണ്. അപ്പോഴേക്കും നമ്മുടെ ഓംലെറ്റായി. ഓംലെറ്റ് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഓംലെറ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് ശരിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇട്ടു, ഓംലെറ്റ് ഇട്ടു, ആ സൈഡിൽ ചമ്മന്തിയും വെച്ചു. നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി. എളുപ്പമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ട ഉണ്ടാവാറില്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മുടെ പെട്ടെന്ന് പണിയും കഴിയും, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ അടച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതായിരുന്നു ഇന്ന് എൻ്റെ ലഞ്ച് ബോക്സ്.